ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ പ്ലാനിങ്ങിനെ പറ്റിയാണ്. എപ്പോഴും ഒരു ഫങ്ഷണൽ കിച്ചൺ എന്ന് പറയുന്നത് സ്മാർട്ട്ലി പ്ലാൻഡ് കിച്ചണെ നമുക്ക് എപ്പോഴും ഫങ്ഷണൽ കിച്ചൺ എന്ന് പറയാൻ പറ്റും. അപ്പം ഒരു കിച്ചൺ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് പാലിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് അതിൻ്റെ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ വർക്ക് ട്രയാങ്കിൾ എന്ന് പറയും. കിച്ചൺ വർക്ക് ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ സിങ്ക്, സ്റ്റവും, ഫ്രിഡ്ജും കൂടെ കൂടി ചേരുന്ന ഒരു ട്രയാങ്കുലർ ലേ ഔട്ടാണ്. അത് നമ്മൾ കറക്റ്റായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിച്ചണിലുള്ള ഒരു മൂവ്മെൻറ്റും സർക്കുലേഷനും കാര്യങ്ങളും എല്ലാം ഈസി ആയിരിക്കും. നമുക്ക് ഈസിലി മൂവ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ആക്സസബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഡ്രോവേഴ്സും പുൾ ഔട്ട്സും ഒക്കെ പ്ലാൻ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷണൽ സ്റ്റോറേജ് ഓപ്ഷൻസ് നമുക്ക് കിച്ചൺസിന് കൊടുക്കാൻ പറ്റും, ആക്സസബിലിറ്റി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കിച്ചണിൽ എപ്പോഴും മെയിനായിട്ട് എല്ലാവരും പാലിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ട്യൂബ് ലൈറ്റ്സ്, അതൊരു ഓൾഡ് ട്രെൻഡാണ്. നമ്മൾ ട്യൂബ് ലൈറ്റ്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഷാഡോസ് വരും. അപ്പം നമുക്ക് ഷാഡോ ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ലൈക്ക് സീലിംഗ് മൗണ്ടഡ് ലൈറ്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാഡോസ് കാസ്റ്റ് ആവത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ സേഫർ ആൻഡ് എഫക്റ്റീവ് കുക്കിംഗ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഈ അണ്ടർ ക്യാബിനറ്റ് ലൈറ്റ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ഫിനിഷസ് ആണ്. ഫിനിഷസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കിച്ചണിൽ കൊടുക്കുന്ന ഡാഡോ ടൈൽ അല്ലെങ്കിൽ ബാക്ക് സ്പ്ലാഷ് ടൈൽ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പ് കൊടുക്കണം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഹാർഡ്വെയർസ് എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫങ്ഷണൽ കിച്ചൺ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും.